കർത്താവിന്റെ ദാസൻ റവറൻ TJ സാമുവൽ അവർ തുടർന്നുള്ള ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ ഉള്ള ദൈവവചനത്തിന്റെ ശുശ്രൂഷ നടത്തുന്നു. അത് നമുക്ക് അനുഗ്രഹപ്രദമായിരിക്കുവാൻ, അതിലെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് കാതോർക്കാം. ആയതിലേക്ക് കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ സ്നേഹപൂർവ്വം ആദരവോടെ ക്ഷണിക്കുന്നു. നൗ റവറൻ TJ സാമുവൽ അവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory to Jesus. Hello. Yeah. Hello. ഈ പദത്തിലുണ്ടായി ഞാൻ മീറ്റിംഗിൽ കയറുക. ഓക്കെ. കർത്താവിന് മഹത്വം. ഇന്ന് ദൈവവചനത്തിനടുക്കിലേക്ക് വന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് സർവീസ് ലീഡ് ചെയ്യുന്ന ഒറീസയിൽ നിന്നുള്ള പാസ്റ്റർ മത്തായിക്കുട്ടി, അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റനേകം ദൈവദാസന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. പാസ്റ്റർ ജോഷുവ ജോണിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവജനത്തിനും ഒരിക്കൽ കൂടെ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മേലാൽ എന്താണ് സംഭവിക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ്. യേശുക്രിസ്തു വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവരാജ്യം അഖിലാണ്ടം മുഴുവൻ സ്ഥാപിക്കുക, ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണെന്നും അതൊരു ദീർഘമായ പ്രോസസ്സാണെന്നും ആ പ്രോസസ് എങ്ങനെ നടപ്പാക്കും എന്നതിനെ സംബന്ധിച്ചും പറഞ്ഞു തുടങ്ങി. ആ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്വർഗത്തിൽ വെച്ച് പിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്നും അവിടുന്ന് വാങ്ങിയ പുസ്തകം, 7 മുദ്രയാൽ മുദ്രയിട്ടപ്പെട്ട പുസ്തകം. ആ പുസ്തകം തുറക്കുമ്പോൾ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഭൂമി സ്വതന്ത്രമായി തീരാൻ, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാനുള്ള ദൈവിക നടപടികൾ നടക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു. അതിൽ 2 പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ വേഗം നമ്മളത് പരിശോധിച്ച് പഠനത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. ഈ കാലഘട്ടം ദൈവം ഭൂമിയിലെ മനുഷ്യന്റെ അവിശ്വാസം നിമിത്തം മനുഷ്യനെ ന്യായം വിധിക്കുന്ന സമയമാണ് എന്ന് നാം പറയുകയുണ്ടായി. ദൈവത്തിന്റെ വചനം എത്ര ലഭിച്ചിട്ടും, ദൈവത്തെ അറിയാനുള്ള സൗകര്യം കിട്ടിയിട്ടും അത് അനുസരിക്കാതെ മത്സരിച്ച് ജീവിക്കുന്ന ഈ ജനത്തിന്റെ മേൽ മിസ്രൈമിൽ ഫറവോന്റെ മേൽ വന്നതുപോലെയുള്ള ന്യായവിധികൾ ആ കാലത്ത് ഉണ്ടാവും. കഠിനമായ ന്യായവിധി. 1ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ കാലഘട്ടം ഭരിക്കാനുള്ള, ഈ കാലഘട്ടം എന്ന് വെച്ചാൽ യേശുക്രിസ്തു അന്ന് തന്റെ സഭയെ ചേർത്തത് മുതൽ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് വരെയുള്ള കാലഘട്ടം, മഹാ ഉപദ്രവകാലം എന്ന് പറയുന്ന കാലം, അന്ന് ഭരിക്കാനുള്ള ഭരണാധികാരിയുടെ എഴുന്നേൽപ്പാണ് എന്ന് നാം പറഞ്ഞു. അന്തിക്രിസ്തു എന്നോ എതിർ ക്രിസ്തു എന്നോ ഒക്കെ ഈ ആളിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് നമ്മൾ കണ്ടത്. ഭൂമിയിൽ അഖിലാണ്ടത്തിൽ സമാധാനം അങ്ങനെ മനസ്സിലാക്കി കൊല്ലാൻ തുടങ്ങി. ലോകത്തിലെങ്ങും സമാധാനമില്ലാതെ ജീവിക്കാൻ മേലാത്ത അന്തരീക്ഷം ലോകവ്യാപകമുണ്ടാകും. ഇനി തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ നാം വേഗം ഒന്ന് പ്രവേശിക്കുകയാണ്. 6ാം അധ്യായത്തിൽ അതിന്റെ 5ാം വാക്യവും 6ാം വാക്യവും നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 3ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. സ്വർഗത്തിലെ 4 ജീവികളിൽ 3ാമത്തെ ജീവി. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു.
അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ത്രാസ്, ഒരു ബാലൻസ്, സാധനങ്ങൾ തൂക്കി കൊടുക്കാനുള്ള തുലാസ്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്ക് വീഞ്ഞിന് കേട് വരുത്തരുത് എന്ന 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതാണ് 3ാമത്തെ കുതിര പൊട്ടിച്ചപ്പോൾ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞു ഇതെല്ലാം മേലാൽ സംഭവിപ്പാനുള്ളതാണ്, അക്ഷരികമായി സംഭവിപ്പാനുള്ള കാര്യമാണ്. ഒരു കറുത്ത കുതിര, കറുപ്പ് ദുഃഖത്തിന്റെ അടയാളമാണല്ലോ. അപ്പോൾ കറുത്ത കുതിരയുടെ പുറത്തിരിക്കുന്ന അയാൾ ഒരു ത്രാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. സാധനം തൂക്കി വിൽക്കുകയാണ്. എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ അരുളപ്പാടുണ്ടായി. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. അതാണ് വില വിവരം. അത് അന്നത്തെ ഭാഷയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ ഭാഷ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടാം. ഒരു പണം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്തുള്ള ഒരു റോമൻ നാണയമാണ്. ആ നാണയത്തിന് ഡിനേറിയസ് എന്ന് പറയും. ഡിനേറിയസ് എന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലിയാണ്. അപ്പൊ ഒരാൾ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് 1 ഇടങ്ങഴി ഗോതമ്പ് അല്ലെങ്കിൽ 3 ഇടങ്ങഴി യവം. ഇടങ്ങഴി എന്നതും ഇന്നത്തെ നമ്മുടെ അളവല്ല. എന്നാൽ ഇടങ്ങഴി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗമനുസരിച്ച് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചു നോക്കിയാൽ, ഒരു മനുഷ്യന് ഒരു ദിവസത്തെ ആഹാരം ദൈവം കൊടുത്തതാണ് ഒരിടങ്ങഴി മന്ന. ഓരോരുത്തർക്ക് ഓരോ ഇടങ്ങഴി മന്ന, അവരവർക്ക് കഴിക്കാനുള്ള ആഹാരം. അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തേക്കുള്ള ആഹാരമാണ്. ആ ആഹാരം കിട്ടാൻ അത് ഗോതമ്പ് വേണമെങ്കിൽ 1 ഇടങ്ങഴി കിട്ടൂ, ഒരാൾക്ക് കഴിക്കാനുള്ളതേ കിട്ടൂ. എന്നാൽ ഗോതമ്പ് വേണ്ട, കുറഞ്ഞ ധാന്യമായ യവം മതിയെന്ന് വെച്ചാൽ 3 ഇടങ്ങഴി വാങ്ങാം. അപ്പൊ ഭാര്യയ്ക്കും ഒരു കുട്ടിക്കും കൂടെ കൊടുക്കാം. പക്ഷെ വേറെ ഒന്നും വാങ്ങാൻ പണമില്ല. പച്ചക്കറി വാങ്ങാനോ മറ്റ് സാധനങ്ങൾ വാങ്ങാനോ മത്സ്യമോ മാംസമോ ഒന്നും വാങ്ങാൻ തികയില്ല. കഷ്ടിച്ച് ഈ ഗോതമ്പ് വാങ്ങാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ഷാമം ലോകത്തിലുണ്ടാവും എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഇത് ലോകം മുഴുവനുള്ള സ്ഥിതിയാണ്. ഇതിനാണ് ഒരു സർക്കാരിനെ കൊണ്ടുവന്നത്. ഒരു ദേശത്ത് ക്ഷാമമാണ്, അതുകൊണ്ട് വേറൊരു രാജ്യത്ത് പോയി നന്മ അനുഭവിക്കാം, മെച്ചമായി ജീവിക്കാം എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ പലരും പല രാജ്യങ്ങൾ ഈ മീറ്റിംഗ് നടത്തുന്ന കാനഡയിലുള്ള സഭയാണ്. അവിടെയുള്ള ഈ ഇന്ത്യക്കാരെല്ലാം മെച്ചമായ ഒരു ജീവിതത്തിന് വേണ്ടി കാനഡയ്ക്ക് പോയത്. ഇതേ സൗകര്യം നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നാട്ടിലേ ജീവിക്കും. അപ്പൊ മെച്ചമായ സൗകര്യങ്ങൾക്ക് വേണ്ടി പോയ ഇന്നത്തെ സ്ഥിതി അന്നൊക്കില്ല. കാരണം ഒരു സർക്കാർ, ലോകത്തെല്ലായിടത്തും ഒരു ശമ്പളം, ഒരു വ്യവസ്ഥിതി, മൊത്തം ഒരേ സിസ്റ്റമാണ്. അപ്പൊ ഒരു ഭയങ്കര ക്ഷാമം ലോകത്തിൽ വരും. മനുഷ്യൻ ക്ഷാമം കൊണ്ട് മരിക്കും. ദൈവത്തോട് പിണങ്ങി മനുഷ്യൻ ജീവിക്കാം എന്ന് വിചാരിച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തും ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കാം. പക്ഷേ അതിന് വെള്ളമൊഴിക്കണമെങ്കിൽ ദൈവം വരണമല്ലോ, ദൈവത്തിന്റെ മഴ വേണമല്ലോ. അപ്പൊ അങ്ങനെ അഖിലാണ്ടം മുഴുവൻ ഒരു ക്ഷാമത്തിലേക്ക് പോകും. അന്ന് മഴ കൊടുക്കാൻ ദൈവത്തിന് ബാധ്യസ്ഥതയില്ല. കാരണം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഇന്ന് ദൈവം മഴ പെയ്യ്ക്കുന്നു. കാരണം ലോകത്തിന്റെ ഉപ്പായ ഒരു കൂട്ടം ജനം ഇവിടെ താമസമുണ്ട്. ദൈവ ജനത്തെ പോഷിപ്പിക്കുന്ന കൂട്ടത്തിൽ ലോകത്തിൽ ബാക്കിയുള്ളവർക്കും ദൈവം ഇത് കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനത്തെ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുക്കാൻ ദൈവത്തിന് ഒരു ബാധ്യസ്ഥതയില്ല.
അപ്പൊ അങ്ങനെ കഠിനമായ ക്ഷാമത്തിലൂടെ കടന്നു പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 6-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ 4-ാം മുദ്ര പൊട്ടിക്കുന്നതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളാണല്ലോ ഉള്ളത്. 4-ാം ജീവി പറയും, അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 4 അംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അപ്പൊ ഇതാണ് 4-ാമത്തെ മുദ്ര പൊട്ടിപ്പിക്കൽ സംഭവിക്കുന്നത്. ഒരു മഞ്ഞ കുതിര വരുന്നു, അതിന്റെ പുറത്ത് ഇരിക്കുന്നു. പാതാളം അവനെ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ പോകുന്നിടത്തെല്ലാം കുഴി കുഴിച്ച് ആളെ കുഴിച്ചു. അങ്ങനെ മരണം എന്ന് പറയുന്ന ഒരു ശക്തി, ഒരു പ്രവൃത്തി, അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് പറയുന്നു? വാളുകൊണ്ട്. ഒന്നാമത്തെ രണ്ടാമത്തെ ക്ഷാമം, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആ ക്ഷാമവും തുടരും. സാധാരണ ക്ഷാമത്തിന്റെ പരിണത ഫലമാണ് പകർച്ചവ്യാധികൾ. കാരണം കിട്ടുന്ന എന്ത് മനുഷ്യൻ കഴിക്കും. അങ്ങനെ പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ലപോലെ തിരിയും. ലോകം മുഴുവൻ പകർച്ചവ്യാധി വരുന്നത് എങ്ങനെയാണ് എന്ന് കണ്ട് അതിന്റെ ഭീകരതയുടെ നടുവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പകർച്ചവ്യാധി ധാരാളം ആളുകൾ മരിക്കും. പകർച്ചവ്യാധി മാത്രമല്ല, കാട്ടിലെ മൃഗങ്ങളെ കൂടെ ദൈവം നാട്ടിലേക്ക് അയക്കും. കാട്ടിൽ മൃഗങ്ങൾ ഇന്ന് കിടക്കുന്നത് മനുഷ്യനെ പേടിച്ചിട്ടൊന്നും കാട്ടി കിടക്കുകയല്ല. പുറത്തോട്ട് വരാൻ ദൈവം അനുവാദം കൊടുക്കാത്തത് കൊണ്ട് കാട്ടി കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ വല്ലാതെ ഉപദ്രവിച്ച ദേശങ്ങളിൽ പട്ടണങ്ങൾ പോലും ഉണ്ട്. അപ്പൊ അങ്ങനെ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവരും. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ചാണെങ്കിൽ പല രാജ്യങ്ങളിലും ഒരു കാട്ടുമൃഗങ്ങളെയും കൊല്ലാൻ പാടില്ല, ഒരു ജന്തുവിനെയും കൊല്ലാൻ പാടില്ല. മനുഷ്യനെ കൊന്നാലും ജന്തുക്കളെ കൊല്ലാൻ പാടില്ല എന്നൊരു ശാസ്ത്രമാണ് ഇന്നത്തെ ലോകത്തിൽ. അതിനെല്ലാം സൂക്ഷിക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് സർക്കാരിന് അറിയില്ലായിരിക്കാം. പക്ഷെ അന്നാളിൽ മനുഷ്യനെ കൊല്ലാൻ ഇവയെല്ലാം വേണം. അങ്ങനെ ഇവയെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ബാധ നിമിത്തം ലോക ജനസംഖ്യയുടെ 4/1 കൊല്ലപ്പെടുന്നത്. ഭൂമിയുടെ 4 അംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അപ്പൊ ഈ ഒറ്റ ന്യായം തന്നെ ജനസംഖ്യയുടെ 4/1 കൊന്നുകളെ. അങ്ങനെ ഭീകരമായ അന്തരീക്ഷം, മനുഷ്യന് ഭൂമിയിൽ പൊറുക്കാൻ മേലാത്ത സ്ഥിതി ഉണ്ടാവും. 5-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 9 മുതലുള്ള വാക്യങ്ങൾ. ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ഈ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. നോക്കണം, അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ഈ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. ദൈവവചനവും നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. ഇവരാരാണ് എന്നൊരു ചോദ്യം ഉണ്ടാവും. കാരണം യേശുക്രിസ്തുവിന്റെ സത്യസഭ പോയി കഴിഞ്ഞു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവർ പോയി. പിന്നാലാണ് ഈ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. യേശുക്രിസ്തുവിന്റെ ഈ സത്യസഭ പോയാലും വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാവരും പോവില്ല. സുവിശേഷം കേട്ട എല്ലാവരും പോവില്ല. പാസ്റ്റർമാരോ നേതാക്കന്മാരോ ഒക്കെ ഇവിടെ കടന്നു വരാം. എന്നാലും ദൈവത്തിന്റെ ജനം പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ലോകത്തിന് ബോധ്യമാവും. കാരണം വളരെ ഭക്തിയോട് ജീവിച്ച ആളുകളെ കാണാനില്ല. പെട്ടെന്നാണ് അവരുടെ എടുക്കപ്പെടില്ല. പടവെടുക്കാനൊന്നും നേരം കിട്ടിയോ എന്ന് തോന്നുന്നില്ല. കണ്ണ് വയ്ക്കുന്നതിനിടയിൽ എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ആളുകളെ കാണാതെ വരുമ്പോൾ ആളുകൾക്ക് അറിയാം, പെട്ടെന്ന് മനസ്സിലാക്കും, സുവിശേഷം അറിയാവുന്നവർ മനസ്സിലാക്കും, യേശു വന്നു, തന്റെ ആളുകൾ പോയി. അപ്പോഴത്തേക്ക് പോകാത്ത ആളുകൾ ഇവിടെ നിലവിളിയായി.
ഇനി ബാക്കിയെല്ലാം സംഭവിക്കും. ഇതൊന്നും ഇപ്പൊ സംഭവിക്കില്ല എന്ന് പറഞ്ഞൊക്കെ ഉറങ്ങിയും മയങ്ങിയും ലോകത്തിന്റെ മോഹങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരാ. പക്ഷേ ഈ സംഭവം കണ്ടു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഇനി രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പതാളമാണെന്നറിയാം. അങ്ങനെ അവർ അങ്ങ് ജീവിക്കാൻ തീരുമാനിക്കും. അന്ന് രക്ഷയ്ക്ക് അവസരമുണ്ടോ എന്ന് ചോദിച്ചാൽ സുവിശേഷം പ്രസംഗിക്കാനൊന്നും ആരും വരുന്നില്ല. എന്നാലും കേട്ടവർ അതിൽ തന്നെ നിൽപ്പാൻ താല്പര്യപ്പെടും, തയ്യാറാവും ഒരു വിഭാഗം. പക്ഷെ ഒരു കാര്യമാണ്, അന്നത്തെ ഭരണാധികാരി വേറെ ഒരു മതവും അനുവദിക്കില്ല. അവരെ കൊല്ലും. കേവലം പീഡയല്ല, അവരെ കൊല്ലും. അങ്ങനെ കൊല്ലപ്പെടുന്നവരുടെ ആത്മാക്കൾ, വലിയ സംഘം ജനം അന്ന് രക്തസാക്ഷികളാവും. അവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ആ പ്രയോഗം പുറപ്പാട് പുസ്തകം 29 അധ്യായം 12 വാക്യം, ലേവ്യ പുസ്തകം 4 അധ്യായം 3 വാക്യം, 7 വാക്യം, 18 വാക്യം, 25 വാക്യം, 30 വാക്യം, 34 വാക്യം. ഇവിടെയെല്ലാം പാപയാഗത്തിന്റെ നിയമം പറയുന്നതാണ്. ലേവ്യ പുസ്തകം 4 അധ്യായം. പുറപ്പാട് പുസ്തകം 28 അധ്യായം 29 പുരോഹിതന്മാരുടെ കരപൂരണം സംബന്ധിച്ച് നിയമങ്ങൾ പറയുന്നതാണ്. അവരുടെ പാപയാഗത്തിന് അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം എന്നാണ് നിയമം. അപ്പൊ രക്തം ജീവനാണല്ലോ. ആ ജീവൻ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണമായി. ഇവിടെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്ന് പറയുന്ന ആ ചിത്രമാണ് അവരുടെ ജീവൻ. അങ്ങനെ ഇവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അവരുടെ വലിയ നിലവിളിയാണ്. എന്താണ് നിലവിളി? വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്കെ നിലവിളിക്കും. അപ്പൊ ഇത് പുതിയ നിയമ വിശ്വാസിയുടെ ഒരു നിലവിളി അല്ല, അവരുടെ പ്രാർത്ഥനയല്ല. യേശു പ്രാർത്ഥിച്ചത് പീഡിപ്പിച്ചവരെ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. സ്തേഫാനോസ് പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയാണ്. ഈ പാപം ഇവർക്ക് നിർത്തരുതേ എന്നാണ്. പുതിയ നിയമത്തിലെ തത്വം തന്നെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാതെ അവരെ കൊല്ലണമെന്നോ അവരെ നശിപ്പിക്കണമെന്നും പ്രതികാരത്തിന്റെ നിലവിളി അല്ല ഉണ്ടാവുന്നത്. അങ്ങനെ ആ പുതിയ നിയമസഭയുടെ ഭാഗം അല്ല എന്നാണ് നിലവിളി തന്നെ പറയുന്നു. തന്നെ കാലവും അങ്ങനെയാണ്. അപ്പൊ അവരോട് പറയാണ്, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹോദരന്മാരും സഹഭൃത്യന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരെ കൊല്ലാനുണ്ട്. അതായത് ഈ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ഇതൊക്കെ സ്വസ്ഥമായി ജീവിച്ച കാലത്ത് വിശ്വസിച്ച് നേരെ ചെവ്വേ ജീവിച്ച് ക്രിസ്തുവിന്റെ കൂടെ പോകാൻ പറഞ്ഞപ്പോ അന്ന് കേട്ടില്ല. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ഇനിയും കുറെ പേരെ കൂടെ കൊല്ലാനുണ്ട്. അവരും കൂടെ അവരെ കൂടെ വന്നു കഴിയുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ സ്വസ്ഥമായിട്ട് അവിടെ പാർക്കും. ഇനിയും കുറെ പേരെ കൊല്ലാനുണ്ട് എന്ന് പറഞ്ഞ ആത്മാക്കളെ അവിടെ കാണുന്നു എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഒത്തിരി പേരെ ഈ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരി കൊല്ലും. അത് ദൈവത്തിലുള്ള ന്യായവിധിയല്ല, അന്നത്തെ ഭരണാധികാരികളുടെ ന്യായവിധിയാണ്. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിങ്കിൽ നിന്നുള്ള ന്യായവിധിയാണ്. അത് കഴിഞ്ഞ് 6-ാം മുദ്ര പൊട്ടിക്കും. 12-ാം വാക്യം, വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പളം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അങ്ങനെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാവും. ആകാശ ശക്തികൾക്ക് വ്യത്യാസങ്ങൾ വരും. നക്ഷത്രങ്ങൾ വീണു എന്ന് പറയുമ്പോ ഒരുപക്ഷെ കുറെ യുക്തിക്കാര് ചോദിച്ചേക്കാം, നക്ഷത്രം ഭൂമിയേക്കാൾ വലുതാണ്, പിന്നെ എങ്ങനെയാ വന്ന് വീഴുന്നത്?
ഇതിനെ ഉണ്ടാക്കിയവൻ തന്നെയാണ് ഇതിനെ പറഞ്ഞു വിടുന്നത്, എങ്ങനെ ഇടണമെന്ന് അവിടത്തേക്ക് അറിയാം. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ ആളുകൾക്ക് അറിയാമല്ലോ വാൽനക്ഷത്രം, അതുപോലെ തന്നെ മറ്റ് ചെറിയ ഗ്രഹങ്ങൾ, അസ്ട്രോയിഡ്സ്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്നും അവ ഭൂമിയിലേക്ക് വന്നു പതിക്കാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രം തന്നെ സമ്മതിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകാശ ശക്തികൾക്ക് മാറ്റം ഭവിക്കും. ഭൂമിയിൽ വലിയ ഭൂകമ്പം ഉണ്ടാവും, ധാരാളം ദേശങ്ങൾ തകർന്നു പോകും. വേറെ പറഞ്ഞ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അങ്ങനെ നക്ഷത്രങ്ങൾ വീഴുന്നു, ഭീകരമായ അന്തരീക്ഷം ഭൂമിയിലും ആകാശത്തിലും എല്ലാം സംഭവിക്കുമ്പോൾ 15-ാം വാക്യം, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും പറയുകയാണ്, ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? അപ്പൊ ഈ പറയുന്ന ഈ സംഗതികളെല്ലാം ദൈവത്തിന്റെ മഹാകോപം ഭൂമിയുടെ മേൽ ചൊരിയുന്നതാണ് എന്ന് ജനം വ്യക്തമായി മനസ്സിലാക്കും. ദൈവത്തിന്റെ മഹാകോപ ദിവസം വന്നു, കുഞ്ഞാടിന്റെ കോപം വന്നു. അപ്പൊ ഈ ദൈവത്തിങ്കൽ നിന്ന് ലോകത്തിന്റെ മേൽ വരുന്ന അതിഭയങ്കരമായ കോപവും ന്യായവിധിയുമാണ് എന്ന് ലോകത്തിലെ ജനം മനസ്സിലാക്കിയിട്ട്, പക്ഷെ മനസാന്തരമല്ല, അവര് മലകളോടും പാറകളോടും വിളിച്ചിട്ട് പറയാണ്, ഒരു ഭൂകമ്പം ഉണ്ടായി ഞങ്ങളും കൂടെ മരിച്ചിരുന്നെങ്കിൽ ഇനി ബാക്കി കാര്യങ്ങൾ അനുഭവിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഭീകരമായ അന്തരീക്ഷമാണ് ഈ 6 മുദ്രകൾ പൊട്ടിക്കുന്നതിലും സംഭവിക്കുന്നത്. 6ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ ഒരു ഇടവേളയാണ് 7-ാം അധ്യായം ചൂണ്ടിക്കാണിക്കുന്നത്. 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇടവേള. ആ ഇടവേളയിൽ 2 കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ന്യായവിധി തുടരുന്നതിന് മുമ്പ് ഒരു കൂട്ടം ജനത്തെ ദൈവത്തിന് സംരക്ഷിക്കാൻ വേണ്ടി അവരെ ഒന്ന് മുദ്രയിട്ട് വേർതിരിക്കണം. മിസ്രയീമിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു കൂട്ടം ജനത്തെ സംഹാരദൂതനിൽ നിന്ന് രക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാൻ ഒരു കൂട്ടരെ മുദ്രയിട്ട് വേർതിരിക്കണം. അതാണ് 7-ാം അധ്യായത്തിലെ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത്. ഇസ്രയേലിലെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 വീതം, 12 ഗോത്രത്തിൽ നിന്ന് 1,44,000 പേരെ മുദ്രയിട്ട് ദൈവം വേർതിരിച്ചു നടത്തും. ആ മുദ്ര ഉദ്ദേശം ഒന്നുകൂടെ പറയുന്നു, വാക്യങ്ങൾ പിന്നെ വരും. വരാനുള്ള ദൈവ ന്യായവിധി അവരുടെ മേൽ പതിക്കരുത്. ഭരണാധികാരിയുടെ ന്യായവിധി അവരുടെ മേൽ വരാം, പക്ഷെ ഇത് പ്രധാനമായും ദൈവ ന്യായവിധിയാണല്ലോ. അപ്പൊ ആ ദൈവ ന്യായവിധി മിസ്രയീമിൽ സംഹാരദൂതൻ തൊടാതിരിക്കാൻ വേണ്ടിയായിരുന്നു, ദൈവമയച്ച സംഹാരദൂതൻ തൊടാതിരിക്കാൻ. അതുപോലെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടരെ 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതാണ് 1-ാം ഭാഗം. 2-ാം ഭാഗം, അടുത്ത പാരഗ്രാഫ് നമ്മൾ വായിക്കുന്നത് സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച്. കണ്ടില്ലേ, 5-ാം മുദ്ര പൊട്ടിച്ചപ്പോ വെള്ള നിലയങ്കി കൊടുത്തു എന്ന് പറയുന്നില്ലേ? വലിയൊരു കൂട്ടം ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? അങ്ങനെ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി ഒരു കൂട്ടം ആളുകൾ സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ നോക്ക്, സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ എന്ന് പറയുമ്പോ ആ വേദി സ്വർഗമാണല്ലോ. 4-ാം അധ്യായത്തിൽ ഈ സിംഹാസനം കണ്ടത്, ഈ കുഞ്ഞാടിനെ കണ്ടത് സ്വർഗത്തിലാണ്. അപ്പൊ ഈ കൂട്ടർ അതോടെ ഉയർത്തെഴുന്നേറ്റു, അവർ സ്വർഗത്തിലേക്ക് പോകുന്നു. ആ പീഡയുടെ ആ കാലം വന്ന് തികയാനുള്ളവർ തികഞ്ഞു. എന്നിട്ട് അവര് സ്വർഗത്തിൽ കാണുന്ന കാഴ്ചയാണ് 2-ാം പാരഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ
അവിടെ 7ാമത്തെ കാഹളം ഊതുകയാണ്. നോക്കൂ, അവൻ മുദ്ര പൊട്ടിക്കുക. 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 1/2 മണിക്കൂർ നേരം മൗനതയുണ്ടായി. ഒന്നാലോചിച്ച് നോക്കൂ. അതെ, സ്വർഗം മൗനതയുടെ സ്ഥലമല്ല. രാപ്പകൽ വിശ്രമം കൂടാതെ ദൂതന്മാർ ആർത്തട്ടഹസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്ഥിരം ആരാധന നടക്കുന്ന സ്ഥലമാണ്. അവിടെ ആരാധനയ്ക്ക് നിർത്തുള്ളൊരു നേരമില്ല. എന്നാൽ ഈ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോ ബാക്കി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഓർത്ത് 1/2 മണിക്കൂർ നേരം സ്വർഗത്തിൽ മൗനത. നമ്മളെ ഭൂമിയിൽ മൗനമാചരിക്കുന്ന സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. രാജ്യത്തെ ഏറ്റവും കൂടിയ ഭരണാധികാരിയോ മറ്റോ മരിക്കുമ്പോ 1 മിനിറ്റ് നേരം അല്ലെങ്കിൽ പരമാവധി 2 മിനിറ്റ് നേരം മൗനമാചരിക്കും. ദുഃഖാചരണം പല ദിവസങ്ങളുണ്ട്, പക്ഷെ മൗനാചരണം 1 മിനിറ്റോ 2 മിനിറ്റോ. ഇവിടെ സ്വർഗത്തിൽ 1/2 മണിക്കൂർ നേരം മൗനത എന്ന് പറയുമ്പോ ഈ 7ാമത്തെ കാഹളം ഊതുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് ഭീകരമാണ്. ഇതുവരെ ഒന്നുമില്ല. ഇതുവരെ ഞാൻ കൊന്നു വിടാണ്. പക്ഷെ ഇനിയും അതിനേക്കാൾ ഭീകരമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ അങ്ങനെ സ്വർഗത്തിൽ 1/2 മണിക്കൂർ നേരം മൗനത. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അതായത് ഈ 7ാമത്തെ മുദ്രയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ് ഈ 7 കാഹളം എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 മക്കളുണ്ട്. ഇന്ന് വലിയ കുട്ടികളാണ്. കല്യാണം കഴിച്ച് അവരെല്ലാം കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ മൂത്ത മകൻ സ്കൂളിൽ പോകാൻ നേരം, നഴ്സറി സ്കൂളിൽ പോകാൻ നേരം ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു പെട്ടി വാങ്ങിക്കാൻ പോയി. അന്ന് അലൂമിനിയം പെട്ടിയും കൊണ്ട് സ്കൂളിൽ പോകുന്ന കാലമാണ് കുട്ടികൾ. അവൻ്റെ പെട്ടി വാങ്ങിക്കാൻ കടയിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാനാണ്, കൊച്ചുകുട്ടിയാണ്, ഒരു പെട്ടി വേണം. ഈ കടക്കാരനോട് വലിയ പെട്ടി എടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടി നഴ്സറി സ്കൂളിൽ പോകുന്നതാണ്, ഇത്രയും വലിയ പെട്ടി എനിക്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു, തരാം സാറേ. ആ പെട്ടി തുറന്ന് അതിനകത്തുനിന്ന് വേറൊരു പെട്ടി എടുത്തു. ഞാൻ പറഞ്ഞു, അതും എനിക്ക് വേണ്ട. അപ്പൊ അത് തുറന്നിട്ട് അതിനകത്തുനിന്നൊരു പെട്ടി എടുത്തു വന്നപ്പോ എൻ്റെ കുട്ടിക്ക് പറ്റിയ പെട്ടിയായിരുന്നു. അപ്പൊ ഒരു പെട്ടിക്കകത്ത് വേറൊരു പെട്ടി, അതിനകത്ത് വേറെ പെട്ടി വെച്ചിരിക്കുന്നത് പോലെ ഈ 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോ അതിനകത്തൊരു സെറ്റ് സാധനം വെച്ചിരുന്നു. ആ സെറ്റ് 7 കാഹളങ്ങളാണ്. അപ്പൊ 7ാമത്തെ മുദ്രയിലെ സംഭവം ഈ 7 കാഹളങ്ങളാണ്. എന്താണ് വാസ്തവത്തിൽ ഈ കാഹളം എന്നാണ് ഒന്ന് നോക്കിയിട്ട് അതിന്റെ ബാക്കി നമുക്ക് പറയാം. നോക്കൂ, 6ാം വാക്യം. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങുന്നത്. അപ്പൊ ഈ ദൂതന്മാർ 7 കാഹളം ഊതുകയാണ്. കുഞ്ഞാട് മുദ്ര പൊട്ടിച്ചു. അപ്പൊ അത് നടപ്പിലാക്കാൻ വരുന്നത് ദൂതന്മാരാണ്. ദൂതന്മാരുടെ ശുശ്രൂഷ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാണുന്നത്. ബാക്കി വേദപുസ്തകത്തിലെങ്ങും ദൂതന്മാരുടെ ശുശ്രൂഷകൾ അത്രയും പ്രകടമായി അഡ്മിനിസ്ട്രേറ്റീവ് റോൾ നമ്മൾ കാണുന്നില്ല. ദൂതന്മാരുടെ കുറെ സേവനങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ദൈവ ഭരണ കാര്യത്തിൽ ദൂതന്മാരുടെ പ്രവൃത്തി വെളിപ്പാട് പുസ്തകമാണ് വളരെ വ്യക്തമാക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ ഈ കാഹളം? ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു. സംഖ്യാപുസ്തകം 10ാം അധ്യായം വായിച്ചു നോക്കിയാൽ പണ്ടത്തെ കാലത്ത് ഇസ്രയേലിൽ കാഹളം ഊതിയിരുന്നത് എന്തിനാണ് എന്ന് ചിത്രീകരിക്കുന്നതാണ് 10ാം അധ്യായം. പല കാര്യത്തിന് കാഹളം ഊതും. ഇസ്രയേലിലെ ജനത്തെ യോഗത്തിന് വിളിച്ചു കൂട്ടാൻ കാഹളവും. അവരുടെ മരുഭൂമി യാത്രയിൽ ദിവസവും ഉള്ള യാത്രയ്ക്ക്, ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പോകേണ്ടതെന്ന് ദൈവം പറയുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അത് മേഘം പൊങ്ങുമ്പോഴാണ് പോകേണ്ടത്. മേഘം പൊങ്ങുമ്പോൾ പോകണമെങ്കിൽ എല്ലാവർക്കും നേരെ മേപ്പോട്ട് നോക്കി മേഘം നോക്കിയിരിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അവർ നോക്കും. അവർ നോക്കുന്ന സമയത്ത് മേഘം പൊങ്ങുമ്പോ അവർ കാഹളം ഊതും. കാഹളം ഊതുമ്പോൾ സഭ ഒന്നായി പോകും. ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ പള്ളിയിൽ മണിയടിക്കുന്ന പോലെ
യോഗം തുടങ്ങുന്നു, മനുഷ്യരെ വരുവീൻ എന്ന് പറയാൻ പള്ളിമണി അടിക്കും. അതേസമയം മരണത്തിനും മണി അടിക്കും. പക്ഷെ മരണത്തിന് അടിക്കുന്ന മണി നീട്ടിയുള്ള അടിയാണ്, ഒരേ മണിയാണ് അടിക്കുന്നത്. അതുപോലെ കാഹളം പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ 9ാം വാക്യം. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമുള്ളത് ഞാൻ പറഞ്ഞു. അതായത് ഇന്നത്തെ യുദ്ധമല്ല അന്നത്തെ യുദ്ധം. ഇന്ന് പറഞ്ഞിട്ടുള്ളൊന്നും അല്ല യുദ്ധം, അടിയാണ് നടത്തുക എന്നുള്ളതാണ്. ഒരു നിരത്ത് കഴിയുമ്പോഴേ യുദ്ധമാണെന്ന് ആളുകൾ അറിയത്തുള്ളൂ. രാത്രി പോയി ഒരു പണി എയർക്രാഫ്റ്റുകൾ അങ്ങോട്ട് എന്ന് കുറെ നാശം അടുത്ത രാജ്യത്തിന് ചെയ്ത് കളയും. പണ്ടങ്ങനെയല്ല, പകലേ യുദ്ധം പറ്റുള്ളൂ. വാളും കൊണ്ട് വെട്ടണം, അല്ലെങ്കിൽ അമ്പയ്യണം. അപ്പൊ അത് പകലേ പറ്റുള്ളൂ. അതിന്റെ ആരെയാണ് ഇത് ഉന്നം വയ്ക്കുന്നത് ആ ആളിനെ കണ്ടു വേണം പണി ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള അന്നത്തെ യുദ്ധത്തിന് യുദ്ധം തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് എന്ന് പറയാൻ കാഹളം ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം ഒരു 7 യുദ്ധം ഭൂമിയിലെ മനുഷ്യരോട് പ്രഖ്യാപിക്കുകയാണ്. 7 യുദ്ധം. അപ്പൊ 7ാമത്തെ മുദ്ര എന്ന് പറയുന്നത് 7 യുദ്ധങ്ങളാണ്. ഭൂമിയോട് ദൈവം ചെയ്യുന്ന 7 യുദ്ധങ്ങൾ. എന്താ യുദ്ധം ചെയ്യാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ രക്ഷ മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഔദാര്യമായി സൗജന്യമായി ഇത് കൊടുക്കുന്ന കാര്യം ദൈവം ക്രമീകരിച്ചു. ഇത് ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്നു. ഇഷ്ടമല്ലെങ്കിലും അവർ കേൾക്കത്തക്കൊണ്ടെന്ന് പറയാം. എന്നിട്ടും ഇത് വേണ്ട എന്ന് വെച്ച് ദൈവത്തിന്റെ നന്മ മുഴുവൻ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഈ ജനത്തോട് ദൈവത്തിന് കോപമുണ്ട്. ആ യുദ്ധങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ യുദ്ധം ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഇനി അത് കൃത്യമായി കാണാം. മിസ്രയീമിൽ 10 ബാധകൾ കൊണ്ട് ജനത്തെ സന്ദർശിച്ചതുപോലെ ആ ബാധകളുടെ ആവർത്തനമാണ് ഈ 7 കാഹളങ്ങൾ. അതേ ബാധകൾ ഇവിടെ ആവർത്തിക്കപ്പെടും. ഓർഡർ അതല്ല എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. 1ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചുരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ പെയ്തു. മിസ്രൈമിലെ ബാധയിൽ 7ാമത്തെ ബാധ കൽമഴയായിരുന്നു. പുറപ്പാട് പുസ്തകം 9ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ ബാധയാണ് ഇവിടെ തുടങ്ങുന്നത്. കൽമഴ. കൽമഴ മാത്രമല്ല, അതിന്റെ കൂടെ തീ. തീ എന്ന് പറഞ്ഞാൽ മിന്നലില്ലേ? മിന്നൽ ഇലക്ട്രിക് ഷോക്ക് കൂട്ടി ഒരു അടി അടിച്ചു വെച്ചാൽ മതി. അങ്ങനെ മിന്നൽ അല്ലെങ്കിൽ ഇടി വെട്ടി മരം കത്തിപ്പോകുന്നത്, മനുഷ്യർ മരിച്ചു പോകുന്നത്, കത്തി എരിഞ്ഞു പോകുന്നത് ഒക്കെ കേട്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഇടിയും മിന്നലും കൂടെ വന്ന് കൽമഴയും കൂടി വന്ന് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. പച്ചപ്പുല്ലും വെന്തുപോയി എന്ന് പറഞ്ഞാൽ ആ സീസണിൽ ചെയ്ത കൃഷി മുഴുവൻ ഈ കൽമഴയിലും തീയിലും നശിച്ചുപോയി. ഒരു സീസണിന്റെ കൃഷി മൊത്തം. ഓൾറെഡി നേരത്തെ ക്ഷാമം ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഭയങ്കരമായി ഈ വെജിറ്റേറിയൻ ഫുഡ് മൊത്തം ഇല്ലാതാക്കി. അപ്പൊ ക്ഷാമം അതികഠിനമായി വർദ്ധിക്കേണ്ടതിന് മനുഷ്യന്റെ ബേസിക് നെസസിറ്റീസ് മുടക്കുന്നതാണ് ഈ കാഹളന്യായം. ബേസിക് നെസസിറ്റീസ്, അടിസ്ഥാന ആവശ്യങ്ങൾ, ഭക്ഷണം, വായു, ആഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ് ഇവിടെ മുടക്കി. അടുത്തത് 2ാമത്തവൻ കാഹള ഊതി. 8ാം വാക്യം. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായത്. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. ഓർക്കണം, മേലാൽ സംഭവിപ്പാനുള്ളത്
എന്ന് വചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദീസ് തിങ്സ് മസ്റ്റ് ടേക്ക് പ്ലേസ്. അതിലെ കാര്യം ഒന്നും പറയുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് രക്തം കലർന്ന കൽമഴയും തീയും, തീ കത്തുന്ന വന്മല പോലെ എന്ന് സമുദ്രത്തിലേക്ക് എത്തിയിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. അതായത് മിസ്രൈമിലെ 1ാമത്തെ ബാധയാണ് വെള്ളം രക്തമാക്കിയത്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം. നൈൽ നദിയിലെ വെള്ളം രക്തമായി തോന്നി. അതുപോലെ ഇവിടെ സംഭവിച്ചത് കടലിൽ 1/3 രക്തമായി. അതിന്റെ ഫലമായി മത്സ്യങ്ങൾ, സമുദ്രത്തിലെ ജീവജന്തുക്കൾ 3/1 ചത്തുപോയി. മത്സ്യം 3/1 ഇല്ലാതായി. മനുഷ്യന്റെ ആഹാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്, ആൾക്ക് ഇഷ്ടമുള്ള ആഹാരമാണ് സീ ഫുഡ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ആദ്യം വെജിറ്റേറിയൻ ഇല്ലാതാക്കി, ഇവിടെ നോൺ വെജിറ്റേറിയൻ 3/1 ഇല്ലാതാക്കി, മത്സ്യം 3/1 ഇല്ലാതാക്കി. എന്ന് മാത്രമല്ല, അത് പറയുമ്പോ ആഹാരമില്ലാതായി എന്ന് മാത്രമല്ല, ഈ തൊഴിലും കൊണ്ട് ഉപജീവിക്കുന്ന എന്തുമാത്രം മനുഷ്യർ ഭൂമിയിലുണ്ട്. മീൻപിടുത്തക്കാർ മാത്രമല്ല, അവരത് കരയിൽ കൊണ്ടുവന്നാൽ അതിന് വിൽക്കാൻ എന്തുമാത്രം മനുഷ്യരാണ് ബാക്കി പിന്നെ അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്ന് തുടങ്ങി അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇത് കൊണ്ടുപോയി പല കടകളിൽ വിൽക്കുന്നത്, കോൾഡ് സ്റ്റോറേജുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇങ്ങനെ ഇവിടെ എല്ലാം വിറ്റ് ഇതുകൊണ്ട് ഉപജീവിക്കുന്ന ധാരാളം മനുഷ്യർ ലോകത്തിലുണ്ട്. അവരിൽ 1/3 പേരുടെ തൊഴിലുമില്ലാതെയാവും. എന്ന് മാത്രമല്ല, കപ്പലുകളിൽ 1/1 ഛേദം വന്നു പോലും. കപ്പലുകളിൽ 1/1 ഛേദം വന്നു എന്ന് പറയുമ്പോ ലോകത്തിലെ ചരക്ക് ഗതാഗതം ഏറ്റവും പ്രധാനമായി നടക്കുന്നത് സമുദ്രമാർഗത്തിലാണ്. ചെലവ് കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ മാർഗം അതാണ്. കമ്പനികളിലേക്ക് സാധനം കൊണ്ടുവരുന്ന പൊതുവെ കപ്പലുകളിലാണ്. അങ്ങനെ വരുമ്പോ ഫാക്ടറികളുടെ, കമ്പനികളുടെ പ്രവർത്തനം 1/1 ബാധിക്കപ്പെടും. അതായത് തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് തന്നെ 1/1 ഇല്ലാതാവും. ഒരു വലിയ 1/1 തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും. ലേ ഓഫ് ഉണ്ടാവും. ഭയങ്കര ക്ഷാമം. ഒരുത്തൻ അധ്വാനിച്ചാൽ തനിക്ക് മാത്രം ഒരു നേരത്തെ ആഹാരം കിട്ടുന്ന സ്ഥിതി. ഇങ്ങനെ മെച്ചമായ ജോലി സൗകര്യങ്ങൾ എല്ലായിടത്തും പോയി വേറെ രാജ്യത്ത് പോയി കണ്ടെത്താൻ പറ്റാത്ത തരം ഇവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട് ലോകത്തിന്റെ ഇക്കോണമി, സമ്പദ്ഘടന ഒറ്റയടിക്ക് 1/3 തകരും. ഇത് കമ്പനിക്കാർക്ക് മാത്രമല്ല, ഈ ഫാക്ടറികളും കമ്പനികളും പ്രവർത്തിച്ചെങ്കിലല്ലേ സർക്കാരിന് ടാക്സ് കിട്ടുള്ളൂ. അപ്പൊ മുഴുവൻ ലോകത്തിന്റെയും സമ്പദ്ഘടന 1/1 തകർക്കുന്ന ഒരു ന്യായവിധി. നോൺ വെജിറ്റേറിയൻ ഫുഡ് മാത്രമല്ല, അങ്ങനെയുള്ളൊരു ന്യായവിധിയാണ് ഈ 2ാമത്തെ ന്യായവിധി. 3ാമത്തെ 10-ാം വാക്യം മുതൽ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. ഈ 3 തീയെ കുറിച്ചാണ് പറയുന്നത്. ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം. 1, 2, 3. നദികളിൽ 1/1 നീരുറവകളിൽ മേലുമായിരുന്നു വീണത്. അതായത് കുടിവെള്ളത്തെയാണ് ബാധിച്ചത്. അങ്ങനെ കുടിവെള്ളം 1/1 ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന് പറയുന്ന വെള്ളത്തിൽ 1/1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്, ഇപ്പൊ കുടിവെള്ളം. വേനൽക്കാലത്ത് പല പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും കുടിവെള്ളം ഇല്ല. കേരളത്തിൽ എത്രയോ സ്ഥലത്ത് ആളുകൾ നല്ല ദൂരം പോയിട്ട് വേണം കുടിവെള്ളം ഉണ്ടാക്കാൻ. എന്ന് മാത്രമല്ല, അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ ഈവൻ സമ്പന്ന രാജ്യങ്ങളിൽ പോലും ഈ കുടിവെള്ളം വലിയ സമ്മർ വരുമ്പോ ചെടിക്ക് വെള്ളം അടിക്കരുത് എന്നൊക്കെ നിയമമില്ലേ? ഇവിടെ അമേരിക്കയിലല്ലേ? അപ്പൊ അങ്ങനെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായി. ഇവിടെ കുടിവെള്ളത്തെ ബാധിച്ച് മനുഷ്യര് അനേകം വെള്ളം കുടിക്കാനില്ലാതെ മരിച്ചു പോകുന്ന ഒരു സ്ഥിതി. ദൈവം നൽകിയ വെള്ളം ഭൂമിയിൽ അത് എവിടെയും ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ വെള്ളമെല്ലാം ഇത് കുടിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. ഇത് കുടിച്ചിട്ടാണ് ദൈവത്തെ അംഗീകരിക്കാതെ, ദൈവത്തെ പുച്ഛിച്ച്, ദൈവത്തെ കൊഞ്ഞണം കുത്തി കാണിച്ച് ഈ തരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ദൈവം വെള്ളം മുടക്കി
ദൈവത്തിന്റെ ന്യായവിധി മനുഷ്യന്റെ മേലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ അയക്കാൻ ദൈവത്തിന് ബാധ്യസ്ഥതയില്ല. അതിനെ ദൈവം തടയും. ദൈവത്തെ ബഹുമാനിക്കാൻ മനുഷ്യന് കടപ്പാടും. തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നന്മകൾ താൻ ഉണ്ടാക്കിയതല്ല, സർക്കാർ ഉണ്ടാക്കിയതല്ല, ഭൂമിയിൽ വേറെ ആരും ഉണ്ടാക്കി കൊടുത്തതല്ല. ഇത് മുഴുവൻ ദൈവത്തിന്റെ വകയാണെന്ന് ഏത് മനുഷ്യനും തിരിച്ചറിയേണ്ടതാണ്. അതിനുള്ള ബുദ്ധി മനുഷ്യനുണ്ട്, അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അത് അംഗീകരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ബേസിക് നെസസിറ്റീസ് മുടക്കി ദൈവം അവന്റെ മേൽ തന്നെ ന്യായവിധി അയക്കുന്നതായിട്ടുള്ള പറയും. നാലാമത്തവനൂതി. അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ വരും. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. സൂര്യപ്രകാശം മനുഷ്യന് അടുത്ത വലിയ അത്യാവശ്യമാണ്. ബേസിക് മനുഷ്യനെന്ന് മാത്രമല്ല, എല്ലാ അഖിലാണ്ടത്തിന്റെ നിലനിൽപ്പിനും അന്തരീക്ഷത്തിനും പ്രധാനമാണ് ഈ സൂര്യപ്രകാശം. സൂര്യപ്രകാശം മാത്രമല്ല, എല്ലാത്തരം വെളിച്ചവും. അത് 1/3 ഇരുണ്ടുപോയി. അത് ലോകത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. കാലാവസ്ഥയ്ക്ക് വലിയ വ്യത്യാസം ഉണ്ടാകും, സകല സംവിധാനങ്ങൾക്കും വ്യത്യാസം ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഈവൻ എനർജി ഉണ്ടാക്കാനും വിദ്യുച്ഛക്തി ഉൽപ്പാദിക്കാനും പല രാജ്യങ്ങളും സോളാർ എനർജി ഉപയോഗിച്ച് തുടങ്ങിയില്ലേ? പല ദേശങ്ങളിലും തെരുവ് വിളക്കുകൾ കംപ്ലീറ്റ് സോളാർ എനർജിയാണ്. ഈ സമ്പന്ന രാജ്യങ്ങളിലും വീടുകളിൽ വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കാൻ, സോളാർ എനർജി കൊണ്ട് വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു പല രാജ്യങ്ങളും. ഇന്ത്യയിൽ ചില എയർപോർട്ടുകൾ തന്നെ കംപ്ലീറ്റ്ലി സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെലവ് കുറഞ്ഞ വിദ്യുച്ഛക്തി ഉൽപാദനം ഇങ്ങനെ വ്യാപകമായി വരുന്ന കാലം. അപ്പൊ അതിൽ 1/3 പോയി എന്ന് പറയുമ്പോ അഗെയിൻ സംഭവിക്കുന്നത് 1/3 പവർ കട്ട്, 1/3 ലേ ഓഫ്. ഓഫീസുകൾ 1/3 അടക്കേണ്ടി വരുന്നു. ഫാക്ടറികളുടെ പ്രവർത്തനം പിന്നെയും 1/3 പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ തൊഴിൽ മണ്ഡലവും മനുഷ്യന്റെ സകല മണ്ഡലങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം വന്ന് മനുഷ്യന് താങ്ങാൻ മേലാത്ത ഒരു സ്ഥിതി ഉണ്ടായി. ഒന്നുകൂടെ പറയുന്നു, ബേസിക് നെസസിറ്റീസ്, ഭൂമിയിലെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ മുടക്കുന്ന ന്യായവിധികളാണ് ഈ 4. മനുഷ്യൻ എങ്ങനെ പൊറുക്കും? പക്ഷേ ബാക്കി കേട്ടോളൂ. ഇത്രയും കഴിഞ്ഞപ്പോ ഒരു കഴുക് ആകാശമധ്യേ പറക്കുകയാണ്. 13-ാം വാക്യം. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നുമില്ല. ഭയങ്കര ന്യായവിധി വരുന്ന ഈ 3 5, 6, 7 മനുഷ്യന് താങ്ങാമല്ല. ഇത് താങ്ങാവുന്നതല്ല, പക്ഷെ അതിനേക്കാൾ അതിരൂക്ഷമായ ന്യായവിധി. ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടം. അനൗൺസ്മെന്റ് നടക്കുന്നതിന് മുമ്പ്. എന്താണ് ഈ ന്യായവിധി എന്ന് ഇപ്പൊ വായിച്ചതിന്റെ അത്രയും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണെന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാക്കാൻ. എന്നാൽ അടുത്തവ അങ്ങനെ മനസ്സിലാകുന്നവയല്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം. ഒത്തിരി ദീർഘമായി പറയാൻ എനിക്ക് നേരെയില്ല, എന്നാലും വേഗം ഞാൻ ചില സൂചനകൾ പറയാം. നോക്കൂ, 5-ാമത്തെ വനൂതി 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അത് അതിന്റെ കീ ഭാഗമാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഗമാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു പാസേജ് അല്ല. അങ്ങനെ സ്ഥിതിയാണ് ഈ പറയുന്ന ഈ ദർശനം. എന്താണ് എന്ന് നോക്കാം. ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണ് കിടക്കുന്നത് കണ്ടു. നോക്കൂ, നക്ഷത്രം ആകാശത്ത് നിന്ന് വീണ് കിടക്കുന്നത് കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അതിനൊന്നല്ല, അവന്. അപ്പൊ അത് കേവലം ഒരു നക്ഷത്രം അല്ല, അവൻ എന്ന് പറയാവുന്ന ഒരു നക്ഷത്രമാണ്. ആരാണ് ഈ അവൻ എന്ന് പറയാവുന്ന നക്ഷത്രം? യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നത്
അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ ഇങ്ങനെ വീണു എന്ന് ചോദിക്കും. നോക്കൂ, അരുണോദയ പുത്രനായ ശുക്ര. ഇംഗ്ലീഷിൽ ചില ഭാഷാന്തരങ്ങളിൽ ഓ ദൗ മോർണിംഗ് സ്റ്റാർ. ശുക്രൻ ഒരു ഗ്രഹമാണെന്നറിയാമല്ലോ, ഒരു നക്ഷത്രം. ഗ്രഹം എന്ന് പറഞ്ഞ ഒരു നക്ഷത്രം. അപ്പൊ ആ ഒരു നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞു ലൂസിഫറിന്റെ വീഴ്ചയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വീണുപോയ നക്ഷത്രം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്നിരുന്ന വിശേഷപ്പെട്ട ദൂതനായിരുന്ന ലൂസിഫർ പാപം ചെയ്തു പോയി. ദൈവം അവനെ വെട്ടി അവിടെ നിലത്തു. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അഗാധ കൂപം എന്ന് പറയുന്നത് പാതാളത്തിന്റെ അടിത്തട്ടാണ്. പാതാളത്തിന് പല തട്ടുകളാണ്. പാതാളത്തിന്റെ ഈ തട്ടുകളിൽ വേദപുസ്തകം അനുസരിച്ച് മുകളിലത്തെ തട്ടിൽ പഴയ നിയമകാലത്ത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയിരുന്നു. ബാക്കിയെല്ലാം എടുക്കാൻ നേരമില്ല. യാക്കോബും മറ്റും പറഞ്ഞിട്ടില്ല, ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങും. അത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോകുന്ന സ്ഥലം. അതിന്റെ താഴെയുള്ള സ്ഥലം രക്ഷിക്കപ്പെടാത്ത മനുഷ്യരുടെ ആത്മാക്കൾ പോകുന്ന സ്ഥലം. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നു. ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുന്നു. മേളത്തെ തട്ടിൽ അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെ കാണാം. ധനവാനും മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, അപ്പൊ അതിന്റെ താഴത്തെ തട്ട് മേപ്പോട്ട് നോക്കി. മൂന്നാമത്തെ തട്ടിൽ എന്ന് പറയുന്നത് കുറെ ഭൂതങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ, 2 Peter chapter 2:4, അവിടെ പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു. അതായത് ഈ ലൂസിഫർ പാപം ചെയ്തപ്പോ അയാളുടെ കൂടെ അയാൾ തലവനായി, ദൂതന്മാരുടെ ഒരു പ്രധാന തലവനായി. അസംഖ്യം ദൂതന്മാർ അയാളുടെ കീഴിലുണ്ടായിരുന്നു, എല്ലാം വിശുദ്ധ ദൂതന്മാരായി. എന്നാൽ ഇവന്റെ പാപത്തിന് കൂട്ടുകൂടിയപ്പോഴത്തേക്ക് ഇതിൽ ഒരു വിഭാഗത്തെ, കണ്ടമാന ആളുകളുണ്ട്, ഒരു വിഭാഗത്തെ പിടിച്ച് ചങ്ങലയിട്ട് പൂട്ടി പാതാളത്തിൽ ഈ അഗാധ കൂപത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവർക്കിപ്പോ പുറത്തു വരാൻ അവകാശമില്ല. എന്നാൽ അതിൽ ഒരു കൂട്ടം ആളുകൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഈ ദൂതന്മാർ അവരാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. ഇവരെയാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലൂടെ വായിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. അപ്പൊ സ്വർലോകത്തിലെ ഭൂമിയിലൊക്കെ സഞ്ചരിക്കാനും പ്രവർത്തിക്കാനും അധികാരം അനുവാദം കൊടുത്ത് അനുവദിച്ചിരിക്കുന്ന ഒരു കൂട്ടം ദുർഭൂതങ്ങൾ, ഇവരെ ഭൂതങ്ങളെന്നും വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ദൂതന്മാർ, അശുദ്ധ ദൂതന്മാർ സ്വതന്ത്രമായി ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അവരാണ് ഭൂമിയിൽ എല്ലാ കുഴപ്പവും കാണിക്കുന്നത്, എല്ലാ പാപവും ഉണ്ടാക്കുന്നത്. ഒരു ദൈവപൈതൽ വിശുദ്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അതിന് തകരാറുണ്ടാക്കുന്നു. ദൈവത്തെ സേവിക്കാൻ തുടങ്ങുമ്പോൾ മുടക്കങ്ങൾ ഉണ്ടാക്കുന്നു. സകല തകർച്ചകളും ഉണ്ടാക്കുന്നത് ഈ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ദൂതന്മാരാണ്. പക്ഷേ ഒരു കൂട്ടരെ പിടിച്ച് പാതാളത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം എല്ലാത്തിനെയും കൂടി ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ ഭൂമിയിൽ പുറക്കാൻ മേലാതെ വരും. അതുകൊണ്ട് ഒരു കൂട്ടരെ അവിടെ പൂട്ടി പാതാളത്തിലിട്ടിരിക്കുകയാണ്. ഇവൻ പോയി അഗാധ കൂപം തുറന്നു. ഇതിനെ തലവനെ കൊണ്ട് തന്നെ തുറപ്പിച്ചു. തുറന്നപ്പോൾ അവിടെ പറയുന്നത്, ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ മേലാത്തൊരു സ്ഥിതി ഉണ്ടായി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. 8-ാമത്തെ ബാധയാണ് മിസ്രയീമിൽ വെട്ടുക്കിളി. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 4-ഉം 5-ഉം വാക്യം. അതിന് സമാനമായി വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. പക്ഷെ വെട്ടുക്കിളി എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിയാണ്. അത് പുല്ല് തിന്നാണ് ജീവിക്കുന്നത്. കൂട്ടമായിട്ടാണ് വരുന്ന. ഒരു ദേശത്തേക്ക് വരും, പച്ചില മുഴുവൻ തിന്നും വെച്ച് പോകും. പക്ഷെ അതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് അക്ഷരികമായി വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിശദീകരണങ്ങളാണ്. നോക്കാം. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത 3-ാം വാക്യം, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു,
അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. അപ്പൊ അത് വെറും വെട്ടുകിളിയല്ല, തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായി യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്നതിന് കൽപ്പനയുണ്ട്. അപ്പൊ ഇതൊരു പച്ചപ്പുല്ലും തിന്നാൻ പാടില്ല. ദൈവം മുദ്രയിട്ട് വേർതിരിക്കാത്ത ആളുകളെ പോയി ഉപദ്രവിക്കണം, അതാണ് അവരുടെ ജോലി. ഇനി അതിന്റെ രൂപം നോക്കിക്കോളൂ. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തും പോലെയുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. അപ്പൊ മനുഷ്യൻ ഈ വേദന തേൾ കുത്തുന്ന പോലുള്ള വേദന, തേളിന്റെ വേദന വലിയ വേദനയാണ്. ഇതൊന്നും കുത്തിയതല്ല, കുത്തി അതിന്റെ വേദന ശമിക്കുമ്പോൾ അടുത്ത കുത്തു 5 മാസത്തേക്ക് തുടർമാനമായി സംഭവിക്കും. സകല മനുഷ്യരെയും കുത്തും, ദൈവത്തിന്റെ മുദ്രയില്ലാത്ത എല്ലാരെയും. അപ്പൊ തേളിന്റെ കുത്തിയ ഈ വേദന, അതിവേദന നിമിത്തം മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷെ 5 മാസത്തേക്ക് ദൈവം ഭൂമിയിൽ ആത്മഹത്യ നിരോധിക്കും. ഒരെണ്ണം ആത്മഹത്യയെ സമ്മതിക്കില്ല. കാരണം ഈ വേദന മനുഷ്യൻ അനുഭവിക്കണം. നോക്കൂ, ഇനി വെട്ടുക്കിളിയുടെ രൂപം നോക്കും. ആ വെട്ടുക്കിളിയാണ് അവയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻ കിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയായിരുന്നു. സ്ത്രീകളെ പോലെ മുടി, അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടക്കോടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി പാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അഗാധത്തിൽ നിന്നാണ് കൊണ്ടിരുന്നത്. അവൻ എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലോൻ എന്നും പേർ. 2 വാക്കിന്റെയും അർത്ഥം വിനാശകൻ എന്നാണ്. ഡിസ്ട്രോയർ അബദ്ദോൻ എന്നോ അപ്പല്ലോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡിസ്ട്രോയർ. അപ്പൊ ഇത് എവിടുന്ന് വരുന്നു എന്ന് നോക്കിയാൽ, ആര് കൊണ്ടുവരുന്നു നോക്കിയാൽ എന്താണ് ഈ വെട്ടുക്കിളി എന്ന് ബോധ്യമാകും. അപ്പൊ ഇത് വെട്ടുക്കിളി അല്ല. ഞാൻ പറഞ്ഞില്ല, ബാധ കാണിക്കാൻ വേണ്ടി ഒരു ജന്തുവിനെ കാണിച്ചതാണ്. സംഭവിക്കുന്ന പാതാളത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഈ ഭൂതാത്മാക്കളെ, ഈ ദുഷ്ടാത്മാക്കളെ കൂടി ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. ദൈവത്തെ സേവിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ പിന്നെ സേവിക്കുന്നത് പിശാചിനെയാണ്. പിശാചിനെ സേവിച്ചാൽ എന്തു ഫലമുണ്ടാവുമെന്ന് ലോകം നല്ലപോലെ തിരിച്ചറിയണം. പിശാചിന്റെ പക്കൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ്. ദണ്ഡനമാണ് അവന്റെ പക്കലുള്ളത്. ഭൂതമളകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്ക ഭൂതമളകുമ്പോൾ പറയുന്ന വാക്ക്, ഇവനെ ഞാൻ കൊല്ലും, ഇവളെ കൊണ്ടേ പോകണം. ഭൂതബാധിതർക്ക് മിക്ക പേർക്കും അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു രോഗം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കൽ സയൻസ് നോക്കിയാൽ അവർക്ക് രോഗമില്ല, പക്ഷെ അവരുടെ സിസ്റ്റം തകരാറില്ല. അങ്ങനെയുള്ള ഈ തരം ബാധകൾ ഉള്ള ദുർഭൂതങ്ങൾ മനുഷ്യൻ വന്ന് മനുഷ്യനെ ദണ്ഡിപ്പിച്ച് വേദനിപ്പിച്ച് 5 മാസം ഭീകര വേദന കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞ, ജീവനുള്ള സത്യ ദൈവത്തെ സേവിച്ച് സമാധാനവും സ്വസ്ഥതയും രോഗശാന്തിയും ആരോഗ്യം അനുഭവിക്കാൻ മനുഷ്യരെ വിളിച്ചിട്ട് അത് വേണ്ട എന്ന് നിഷേധിച്ച് തള്ളിക്കറഞ്ഞ ഈ ഭൂതത്തെ സേവിക്കുന്ന ലോക മനുഷ്യരെ പാതാളത്തിൽ നിറക്കൊണ്ടുവന്ന് ഭൂതബാധ കൊണ്ട് ദണ്ഡിപ്പിക്കും. സുബോധം നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഒരു വീട്ടിൽ പോയപ്പം 3 മക്കള്, ഒരു പുരുഷൻ BA പഠിക്കാൻ, അവന്റെ 2 സഹോദരിമാര്, ഒരു BA കാരി MA കാരി, കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടുള്ളതാണ്. സാധാരണ വസ്ത്രം ധരിക്കാറില്ല. മനുഷ്യർ ചെന്നപ്പോ ആ വസ്ത്രം ഒന്ന് ഇടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ദിവസം ഉണ്ടായ സംഭവമാണ്. 4 മക്കളുണ്ടായ 4 എണ്ണത്തിനും സുബോധം നഷ്ടപ്പെട്ടു. ഒരാൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷപ്പെട്ടു. ഈ വാർത്ത അറിഞ്ഞ അപ്പൻ ആത്മഹത്യ ചെയ്തു.
അമ്മ ഈ മക്കളെ മൂവരെയും പോറ്റുകയാണ്. ഭൂതം ലോകത്തിൽ അനവധി ദോഷം ചെയ്യുന്നു, പിശാച് ദോഷം ചെയ്യുന്നു. യേശു മനുഷ്യന് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും വന്നു. രക്ഷിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി. ഈ രക്ഷയുടെ വചനം ഭൂമിക്ക് കൊടുത്തിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ദുർഭൂതങ്ങളെ സേവിച്ച് ദണ്ഡനം അനുഭവിക്കുന്നവരെ ഈ നാൾ വരുമ്പോഴത്തേക്ക് അതിഭയങ്കരമായ 5 മാസം ദണ്ഡിപ്പിക്കും. അടുത്ത വാക്യം പറയുന്നത് കഷ്ടം 1 കഴിഞ്ഞു, 2ാം കഷ്ടം വീണ്ടും വരും. 6ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിൽ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പൻ ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട് യൂഫ്രട്ടീസ് മഹാനദീതീരത്തിൽ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് കേട്ടു. നോക്കൂ, യൂഫ്രട്ടീസ് നദീതീരത്ത് 4 ദൂതന്മാരെ പൂട്ടിയിട്ടിരിക്കുന്നു. യൂഫ്രട്ടീസ് നദി ടർക്കി, സിറിയ, ഇറാഖ് ഈ 3 രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്ന നദിയാണ് യൂഫ്രട്ടീസ് നദി. അതായത് പുരാതന ബാബിലോൺ സാമ്രാജ്യത്തിൽ കൂടെ ഒഴുകുന്ന നദി. പഴയ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ മതിൽ പട്ടണത്തിന്റെ നടുക്കുകൂടെയാണ് ഈ യൂഫ്രട്ടീസ് നദി ഒഴുകിയിരുന്നത്. ആ നദീതീരത്ത് 4 ദൂതന്മാരെ പൂട്ടിയിട്ടിരിക്കുന്നു. വിശുദ്ധ ദൂതന്മാരെ പൂട്ടിയിട്ടില്ല, അശുദ്ധ ദൂതന്മാരെ പൂട്ടിയിട്ടിരിക്കുന്നു. നിങ്ങൾ പോയാൽ കാണാൻ പറ്റില്ല, കാരണം ഇത് ആത്മാക്കളാണ്, ശരീരമുള്ളവരല്ല. അങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്കൊഴുകിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടും. ഇതിനാണ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു കൃത്യ ദിവസം ദൈവത്തിന്റെ കാലണ്ടറിൽ ആ ദിവസം കുറിച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ആണ്ട്, അതിന്റെ കൃത്യമാസം, അതിന്റെ കൃത്യം തീയതി, ഒരു കൃത്യം മണിക്കൂർ കൊണ്ട് ലോക ജനസംഖ്യയിൽ 1/3 കൊല്ലണം. അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഈ ദൂതന്മാരെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ അഴിച്ചുവിട്ടു. അഴിച്ചുവിട്ടപ്പോ കാണുന്നത് എന്താണ്? കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങി 20,000 എന്ന് ഞാൻ കണ്ടു. അപ്പൊ അഴിച്ചുവിട്ടപ്പോ കണ്ടത് കുതിരപ്പടയാണ്. കുതിരപ്പട എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും കൂടിയ യുദ്ധമാണല്ലോ. അഡ്വാൻസ്ഡ് യുദ്ധം, ഏറ്റവും ഭീകരമായ വേഗതയുള്ള യുദ്ധം കുതിരപ്പടയാണ് കാണുന്നത്. പുസ്തകം എഴുതുന്ന അന്നത്തെ കാലത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ എല്ലാം അന്നത്തെ ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം അന്നത്തെ കാലത്തെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഭാഷകൾ. ഈ സത്യങ്ങൾ പിൽക്കാലത്തേക്കുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പിൽക്കാലത്തേക്കുള്ള വാക്കുകളും അവിടെയുണ്ട്. നോക്കൂ, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കണ്ടു. അടുത്തത്, അവർക്ക് വാസ്തവത്തിൽ കുതിരകളാണോ? കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. ഇത് സാധാരണ കുതിരയ്ക്കുള്ളതല്ല. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. അപ്പൊ നോക്കൂ, അവരുടെ വായിൽ നിന്ന് തീ, പുക, ഗന്ധകം എന്ന് പുറപ്പെടും. കുതിരപ്പട വന്നാൽ ഒരു ആണ്ടിൽ, ഒരു ദിവസം കൊണ്ട് ലോക ജനസംഖ്യ 3/4 കൊന്നുകളയാൻ പറ്റുമോ എന്ന് ചോദ്യം ഉന്നയിക്കും. ഇല്ല, പറ്റില്ല. കുതിരപ്പടയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇവിടെ വിശദീകരണം പറയുന്നത്. അങ്ങനെ കുതിരകളും അതിന്റെ പുറത്തിരിക്കുന്നവരുമല്ല, അതിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം. കുതിരപ്പട എന്ന് പറഞ്ഞാൽ യുദ്ധമാണെന്ന് മനുഷ്യന് മനസ്സിലാവും. അന്നത്തെ കാലത്ത് യുദ്ധമാണെന്ന് മനസ്സിലാവും. പക്ഷെ 1/3 ഒരു ദിവസം കൊണ്ട് എങ്ങനെ കൊല്ലുമെന്നതിന് ഉത്തരമാണ് അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാണ്. ഇത് നവീന യുദ്ധത്തിന്റെ ചിത്രമല്ലേ? തീ, പുക, ഗന്ധകം, ഒരു മോഡേൺ അറ്റോമിക് വെപ്പൻ. ഇന്ന് ഒരു ആറ്റം യുദ്ധം ഉണ്ടായാൽ ലോകത്തെ എത്രയോ പ്രാവശ്യം ചുട്ടുകളയാനുള്ള സാധനങ്ങൾ, ബോംബുകൾ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബോംബ് ഉണ്ടാക്കിയതിന് വേറെ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മ്യൂസിയത്തിൽ വെച്ചേക്കാൻ കൊണ്ടില്ലല്ലോ. വേറെ ഒരു ഉപയോഗവും ഇല്ല. ഇത് മനുഷ്യനെ കൊല്ലാനല്ലാതെ വേറൊരു സാധനം ഉപകരിക്കില്ല.
എന്നാലും ലോകം മുഴുവൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം എന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഒരു ദിവസം ഇതിന്റെ ഉപയോഗം ഉണ്ടാവും. അന്നത്തെ ഭരണാധികാരിയുടെ കാലത്ത് കണ്ടില്ലേ, ഭൂതബാധയാണ് അഞ്ചാമത്തെ മുദ്ര, അഞ്ചാമത്തെ കാഹളം. മനുഷ്യർക്ക് മുഴുവൻ ഭൂതം. അതിന് തലവന് വേവലം ഭൂതമല്ല വരുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ വരുന്നാൽ പിശാച് നേരിട്ടാണ് അന്നത്തെ തലവനെ അഭിഷേകം ചെയ്തത്. ഭൂതമല്ല, പിശാച് തന്നെ നേരെ കയറുക. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. ഒരു കൽപ്പന കൊടുത്താൽ പോരെ, ഒരു ഓർഡർ കൊടുത്താൽ പോരെ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ. അല്ലാതെ ഇതെല്ലാം വാരിക്കൂട്ടി പോകേണ്ട ഒരു കാലം അല്ലല്ലോ ഇന്നത്തെ കാലം. ഫയർ എന്നല്ലേ ഇന്ന് വാക്കും ഉപയോഗിക്കുന്നത്. വെടിവെക്കാൻ പറഞ്ഞാൽ ഫയർ, ബോംബിടാൻ പറഞ്ഞാൽ ഫയർ, ഇതല്ലേ വാക്ക് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്ന് പറഞ്ഞാൽ ഭീകരമായ യുദ്ധം ഉണ്ടാവും. എവിടെ ഉണ്ടാവും? യൂഫ്രട്ടീസിന്റെ തീരമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ സംഭവങ്ങൾ എന്താണെന്ന് വേദപുസ്തകം വളരെ കൃത്യമായി പറയും. ഇന്നത്തെ കാലത്ത് ശരിക്കും വ്യാഖ്യാനിച്ചാൽ മനുഷ്യന് സത്യം തിരിയുന്ന തരത്തിലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയും, പുരാതന ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ആ ആസ്ഥാനമാണ് ഈ യുദ്ധത്തിന്റെ കേന്ദ്രമായി വേദപുസ്തകം പറയുന്നത്. അവിടുന്നാണ് ഈ 4 ദൂതന്മാരെ അഴിച്ചു വിടുന്നത്. അതായത് ഒരു വലിയ ലോക യുദ്ധം ഉണ്ടാവും. മനുഷ്യർ 1/3 കൊല്ലപ്പെടും. അതിഭയങ്കരമായ രണ്ടാമത്തെ കഷ്ടം അത് കഴിയും. ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഒരിടവേള, 10-ാം അധ്യായം 11-ാം അധ്യായം കുറെ ഇടവേളയുടെ കാര്യം പറയുന്നു. 12-ാം അധ്യായവും 13-ാം അധ്യായം ഇടയ്ക്ക് വരുന്ന കുറെ കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ബാക്കി കാണാൻ അടുത്തത് 7-ാമത്തെ കാഹളം ഊതുന്ന കാര്യമാണ്. 7-ാമത്തെ കാഹളം ഊതുന്നതിന് 11-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ വായിച്ചു നോക്കിക്കോളൂ. എന്താണ് പറയുന്നത്? 7-ാമത്തെ ദൂതൻ കാഹളം ഊതി. അപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. അപ്പൊ 7-ാമത്തെ കാഹളത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് അടുത്ത ഒരു സെറ്റാണ്. അത് സംഭവിക്കുന്ന, ഈ കാഹളം ഊതുമ്പോൾ സംഭവിക്കേണ്ട കാര്യം ലോകരാജ്യത്വം കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീരണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാര്യത്തിന്റെ എല്ലാ ഉദ്ദേശം ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ സ്ഥാപനമാണ്. അപ്പൊ ഈ 7-ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുക, നേരത്തെ അനൗൺസ് ചെയ്യാൻ. ഈ കാഹളം ഊതുമ്പോൾ ലോകരാജ്യത്വം, പ്രത്യേകം ഓർത്തോണം, ലോകരാജ്യത്വം, ലോകങ്ങളുടെ മൊത്തം ഭരണം യേശുക്രിസ്തുവിനും അവിടുത്തെ അധികാരത്തിനുമായി തീർന്നിരിക്കുന്നു. ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രസന്റ്. അവൻ എന്നേക്കും വാഴും. അപ്പൊ ഈ 7-ാമത്തെ കാഹളത്തിങ്കൽ ദൈവരാജ്യ സ്ഥാപനം പൂർത്തിയാവും. ഈ വിളംബരം ഉണ്ടായെങ്കിലും സംഭവങ്ങൾ താഴോട്ട് വായിച്ചു നോക്കിയാൽ നമ്മൾ അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വന്നാൽ, 11-ാം വാക്യം, സോറി 19-ാം വാക്യം. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഈ സംഭവം നടന്നു. വേറെ ന്യായവിധികളൊന്നും പ്രത്യേകിച്ച് വന്നില്ല. ബാക്കി തുടരുകയാണ്. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ഇതിന് ബാക്കി ശരിക്കും തുടരുന്നത്. ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഇപ്പൊ നേരെയാക്കാനുള്ള നേരമില്ല. എന്നാൽ ബാക്കി പറയുന്ന കാര്യം 15-ാം അധ്യായം 5-ാം വാക്യം മുതൽ. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. അതിൽ നേരത്തെ പറഞ്ഞത് 19-ാണ് പറഞ്ഞു നിർത്തിയത്. അതിന്റെ ബാക്കി തുടരുകയാണ്. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കത്തിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം 7 ദൂതന്മാർക്ക് കൊടുത്തു. അപ്പൊ ആ 4 ജീവികൾ, സ്വർഗത്തിൽ ദൂതന്മാരുടെ തലവന്മാരുണ്ടല്ലോ, അവര് 4
ഈ 4 ജീവികൾ ഒന്ന് 7 ക്രോധ കലശം എടുത്ത് ഈ 7 ദൂതന്മാരുടെ പക്കൽ കൊടുത്തു. എന്താണ് ഈ ക്രോധ കലശം എന്നത് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി നിർത്താം. ക്രോധ കലശം എന്ന് പറഞ്ഞാൽ റോമാലേഖനം 2-ാം അധ്യായം അതിന് 4-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നീ നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കും. പിന്നെ ഓരോ മനുഷ്യന് അവനവന്റെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടാവുമെന്ന് 10-ാം വാക്യം, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെന്ന് എടുത്തു പറയുന്നു. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അന്നേരം ദൈവം ന്യായം വിധിച്ചിരുന്നെങ്കിൽ ദൈവം ഉണ്ടെന്ന് മനുഷ്യൻ വിശ്വസിച്ചേരെ. ഇപ്പോഴെന്താ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ കുഴപ്പം കാണിക്കുന്ന ദൈവം എന്നെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എവിടെ ദൈവം എന്നാണ് ചോദ്യം. ദൈവം അന്നേരം മനുഷ്യന് തലയ്ക്ക് ഒരു അടി അടിച്ചാൽ ഒന്നും വേണ്ടെന്നേ, ഞരമ്പേലും തൊട്ടാ മതി, മനുഷ്യൻ ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല. ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കുകയില്ല, കിടക്കുന്ന കട്ടിലെന്ന് എഴുന്നേക്കുകയില്ല, അവൻ അവിടെ അവസാനിച്ചു പോയനെ. എന്നാൽ അത് ദൈവം ചെയ്യാതെ ഈ വിട്ടിരിക്കുമ്പോ ആളുകൾ ധരിക്കുന്നത് ദൈവം ഇല്ലെന്നും ന്യായവിധി ഇല്ല എന്നുമാണ്. അതല്ല സത്യം. ദൈവത്തിന് പാപത്തോട് കോപമുണ്ട്, വെറുപ്പുണ്ട്, വിരോധമുണ്ട്. ദൈവത്തിന്റെ ആ കോപം ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ, ഈ വെളിപ്പാട് പുസ്തകത്തിന്റെയും വെളിച്ചത്തിൽ ദൈവം അത് ഒഴിച്ച് ശേഖരിച്ചു വെക്കുക. വലിയ കുടമാണ്, അതിനകത്തോട്ട് ഒഴിച്ചു വെക്കുക. ഈ ഭൂമിയിലെ പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ കോപം എല്ലാം കൂടെ ഒഴിച്ചൊരു 7 വലിയ കുടം നിറച്ചുണ്ടാവും. ഓരോന്ന് നിറയുമ്പോ സീൽ ചെയ്ത് മാറ്റി വെക്കും. എന്നാൽ ആ ദിവസം വരുമ്പോ ഇതെല്ലാം കൂടെ എടുത്ത് 7 ദൂതന്മാരുടെ കൈ കൊടുത്തിട്ട് പറയും, കൊണ്ടുപോയി ഭൂമിയിലേക്ക് ഒഴിച്ചേക്കാം. ദൈവത്തിന്റെ കോപം, ക്രോധം മനുഷ്യന്റെ മേൽ ചൊരിയുന്ന ദിവസം എന്താണെന്നോ ഇതിൽ സംഭവിക്കുന്നത് അത് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. കാഹള ന്യായവിധിയിൽ 1/3 ശിക്ഷ നടത്തി. ബേസിക് നെസസിറ്റീസ് ആണ് മുടക്കിയത്. ക്രോധ കലശ ന്യായവിധിയിൽ 1/3 പൂർണ്ണമായ ന്യായവിധി നടക്കും. ഇതുപോലെ ബേസിക് നെസസിറ്റീസ് മുടക്കും. ആഹാരം മുടക്കും, തൊഴിൽ മുടക്കും, സൂര്യപ്രകാശത്തിന്റെ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും, വെള്ളം മുടക്കും. അങ്ങനെ ബേസിക് നെസസിറ്റീസ് മുഴുവൻ മുടക്കി അവസാനം ഭീകരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി ഇതോടെ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ വേദി ഉണ്ടാക്കും. ആ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ വേദി 6-ാമത്തെ ക്രോധകലശത്തോടെ സംഭവിക്കും. 6-ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോൾ ഒരു വലിയ യുദ്ധത്തിനുള്ള വേദിയാണ് ഉണ്ടാക്കുന്നത്. അതും യൂഫ്രട്ടീസിന്റെ തീരത്താണ്. ആ യൂഫ്രട്ടീസ് നദി വറ്റിച്ചു കളഞ്ഞ് കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരെ പടിഞ്ഞാറോട്ട് യുദ്ധത്തിന് കൊണ്ടുവന്ന് പലസ്തീനിലുള്ള മെഗിദ്ദോ എന്ന താഴ്വരയിൽ കൂട്ടിക്കൊണ്ടുവരും. അതും ഭൂതാത്മാക്കളെ വിട്ടാണ് ദൈവം ചെയ്യിക്കുന്നത്. ആ ഭൂതാത്മാക്കൾ പോയി ലോകത്തുള്ള സൈന്യത്തെ മുഴുവൻ കൂട്ടിവരുത്തി ഈ താഴ്വരയിൽ ഒന്നിച്ചു വന്നു കൂടി ഒരു ഭയങ്കര യുദ്ധത്തിന് തയ്യാറാവും. ആ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ 16-ാം അധ്യായമാണ് ഇതിന്റെ വിശദീകരണം. യുദ്ധത്തിന് നിൽക്കുമ്പോൾ ആകാശം തുറക്കും. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടും, ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സകല സൈന്യം, ഭൂമിയിലെ സൈന്യം മുഴുവൻ ഭൂമിയിൽ കൂടി നിൽക്കുന്ന സമയം, ഈ താഴ്വരയിൽ കൂടി നിൽക്കുന്ന വലിയൊരു താഴ്വരയാണ്, കൂടി നിൽക്കുന്ന സമയം സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു ഇറങ്ങി വരും. വളരെ വേഗം ദൂതന്മാരോടുകൂടെ തന്റെ വിശുദ്ധ ഗണത്തോടുകൂടെ വേഗം താഴേക്ക് ഇറങ്ങി വരും. അട്ടഹാസങ്ങളോടെ, ദൂതന്മാരുടെ ആരവാരങ്ങളോട്, വലിയ ശബ്ദ കോലാഹലങ്ങളോട് ഇറങ്ങി വരുന്ന നേരം ഈ സൈന്യം മേപ്പോട്ട് നോക്കുന്നു. മേപ്പോട്ട് നോക്കിയപ്പോ ഒരുവൻ വരുന്നു, വെള്ള കുതിരപ്പുറത്ത് കയറി വരും. 19-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങളാണ് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അടുത്തടുത്ത് വരുമ്പോ നോക്കുമ്പോൾ ഒരു പേര് കാണാം, രാജാധിരാജാവ് കർത്താതി കർത്താവ് എന്ന പേരിൽ ഒരുത്തൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. മുൾമുടി ധരിച്ച് ക്രൂശിലേക്ക് പോയവൻ. അതാണ് ലോകം അവസാനം കണ്ടത്. അവൻ സകല ലോകവും കാണുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം പറഞ്ഞു,
ഇതാ അവൻ മേഘാരൂഢനായി വരും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അങ്ങനെ ഇറങ്ങി വരുമ്പോ ഈ രാജാക്കന്മാർ പേടിച്ചു പോകും. ലോകത്തിലെ ഭരണാധികാരികൾ, പ്രധാന തലവൻ ഉൾപ്പെടെ മുഴുവൻ പേരും ആ താഴ്വരയിൽ കൂടിയിട്ടുണ്ട്. ഭരണാധികാരി, മെയിൻ ഭരണാധികാരി അന്തിക്രിസ്തു ഉൾപ്പെടെ സകലരും തടിച്ചുകൂടിയിരിക്കുന്ന സകല സൈന്യമുള്ളതിന്റെ നടുവിൽ, അതിന്റെ മധ്യത്തിലാണ് യേശുവിന് ഇറങ്ങി വരുന്നത്. പക്ഷെ ആ താഴ്വരയിൽ യേശു ഇറങ്ങുന്നത്, യേശു ഇറങ്ങുന്ന ഒരു മലയിലാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ കുറെ അകലമുണ്ട്. അവര് നേരെ പാഞ്ഞ് യേശുവിനോട് യുദ്ധത്തിന് തയ്യാറാവും. പക്ഷേ യുദ്ധത്തിന് യേശു നിന്നു കൊടുക്കില്ല. വരുന്ന വഴിക്ക് ലോകത്തിന്റെ ഭരണാധികാരിയെ പിടിച്ച്, അയാളുടെ കൂടെ സഹായികളായ ചിലരുണ്ട്, പ്രധാനമായ ഒരു മതാധിപനുണ്ട്, രണ്ടുപേരെയും പിടിച്ച് തീ പൊയ്കയിലേക്ക് ഇട്ട് അവരെ ന്യായം വിധിക്കും. അതോടെ ലോക ഭരണം അവസാനിപ്പിക്കും. മാനുഷിക ഭരണത്തിന് അന്ത്യം വരും. ദാനിയേൽ പ്രവചനത്തിൽ കണ്ട ദർശനത്തിന് നിവൃത്തി ഉണ്ടാകും. ദാനിയേൽ 7 കണ്ട ദർശനത്തിനും നിവൃത്തി ഉണ്ടാകും. മനുഷ്യപുത്രനോട് സുദർശനായവൻ ആകാശ മേഘങ്ങളോട് വരും. സകല ഗോത്രവും ഭാഷവും വംശവും ജാതിയും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിക്കും. ഇതാ യേശു രാജാവായി വരും. സകല ലോക ഭരണങ്ങൾക്കും അന്തം വരുത്താൻ പോകുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു നിത്യരാജ്യത്വം സ്ഥാപിക്കും. യേശു മഹാപ്രഭാവത്തോടെ മഹാ തേജസ്സോടെ ഇറങ്ങി വരുന്നു. അങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും. ആളുകൾ ധരിക്കുന്നത് പോലെ മനുഷ്യന്റെ കയ്യിൽ എന്നും ഇത് നിൽക്കില്ല. ക്രിസ്തുവിനെ ആക്ഷേപിക്കാനുള്ള ആളല്ല, ക്രിസ്തുവിനെ പരിഹസിക്കാനുള്ള ആളല്ല, ക്രിസ്തുവിനെ ഒരു മൂലയ്ക്ക് ഒതുക്കി അല്ല ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്നത്തെ ലോകം ധരിച്ചാൽ ഏത് കാലത്തെയും ലോകം അത് ധരിച്ച് പിശാച് അതിന് പദ്ധതികൾ തയ്യാറാക്കി. പക്ഷെ അവരുടെ പിടിയിൽ ഒതുങ്ങുന്നവനല്ല. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, സകലത്തെയും ഉണ്ടാക്കിയവൻ, ഈ ഭൂതങ്ങളെയും സകലത്തെയും നിർമ്മിച്ചവൻ, അധികാരത്തോടെ പ്രഭാവത്തോടെ ഭൂമിയുടെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുന്ന എല്ലാ മനുഷ്യരും കാണാൻ പോകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രധാന ദൂത് യേശു മടങ്ങി വരുന്നു. ലോകം മുഴുവൻ ദൈവരാജ്യമായി തീരാൻ പോകുന്നു. ഇന്ന് അവനുമായി സഖ്യത ഏർപ്പെടണം. ഇതാണ് ലോകത്തോട് പറയുന്ന സുവിശേഷം. രാജാവ് വരുന്നു, സകലരെയും ഭരിക്കാനുള്ളവൻ വരുന്നു, സകലരെയും ന്യായം വിധിക്കാനുള്ളവൻ വരുന്നു. ഇന്നത് തിരിച്ചറിഞ്ഞ് എന്നെ കൂടെ രക്ഷിക്കണം, ഞാനും അങ്ങയുടെ രാജ്യത്തിൽ ചേരുന്നു എന്ന് വിളിച്ചു പറയാനുള്ള അവസരമാണ് സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നത്. ഇതാണ് സുബോധമായ കാര്യം, ഇതാണ് സംഭവിക്കേണ്ട കാര്യം. ഒന്നുകൂടെ പറയുന്നത്, നിങ്ങളെ ഉണ്ടാക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾക്ക് പ്രാണവായു തരുന്ന ഒരുവനില്ലേ, സകലവും നൽകിത്തരുന്ന ഒരുത്തനുണ്ടല്ലേ, അവിടുത്തെ അല്ലേ ബഹുമാനിക്കേണ്ടത്, അവിടുത്തെ അല്ലേ സേവിക്കേണ്ടത്? നിങ്ങളുടെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ നിലനിർത്താനുള്ള റൈറ്റ് അഖിലാണ്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് കഴിവ് ഒരുത്തരെങ്കിലും ഉണ്ടോ? അത്യുന്നതനായ ദൈവം തന്ന നന്മകൾ നിമിത്തം ദൈവത്തിന് സ്തുതി പറഞ്ഞ് ബഹുമാനിച്ച് ആരാധിക്കുന്ന മനുഷ്യൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. മടങ്ങി വരാൻ, രക്ഷയിലേക്ക് വരുവാൻ ഈ സുവിശേഷം അഖിലാണ്ടത്തിലെ സകല മനുഷ്യരെയും വിളിക്കുന്നു. ഇല്ലെങ്കിൽ പരിണത ഫലം ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യമാണ്, ലോജിക്കലാണ്, ന്യായമായ കാര്യമാണ്. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ തിരുവചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: യേശു മടങ്ങി വരും. ലോകരാജ്യത്വം യേശു ഏറ്റെടുക്കാൻ പോകുന്നു. അക്ഷരാർത്ഥത്തിൽ യേശു ഭൂമിയിൽ വാഴും. അവന്റെ ജനം, വിശുദ്ധന്മാർ അവനോടുകൂടെ വാഴും. അതിനായി ഒരുങ്ങി കാത്തിരിക്കാൻ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പരിശോധിക്കാം. ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിന്റെ ജനം ഇവിടുന്ന് പോയാൽ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഈ കഷ്ടങ്ങൾ ഒരു മനുഷ്യനും താങ്ങാവതല്ല. ഏറ്റവും ബലവാന് അലറി നിലവിളി. ഇന്ന് സുപ്രസാദകാലം, ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് കൃപ പ്രാപിക്കാനുള്ള സമയം, ഇന്ന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിക്കാനുള്ള കാലം. ഭക്തിയോടെ ബഹുമാനത്തോടെ ദൈവത്തെ സേവിക്കാനുള്ള കാര്യം. നമുക്കത് ചെയ്യാം. നമ്മുടെ വീട്ടുകാരോട് ഉള്ള സത്യം തുറന്നു പറയാം. ഈ സത്യങ്ങൾ അവരെ കേൾപ്പിക്കാം. ദൈവത്തിന്റെ സത്യം അറിഞ്ഞ് അവർ മാനസാന്തരപ്പെടട്ടെ, അവർ ദൈവരാജ്യമായി തീരട്ടെ, അവർ നിത്യജീവന് ഓഹരിക്കാരായി തീരട്ടെ. ഇത് സകലരും അറിയണം, സകലരും കേൾക്കണം, സകലരെയും കേൾപ്പിക്കണം. ഇന്ന് രാത്രി നമ്മെ തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കാം.
ദൈവം നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ബാക്ക് ടു യു പാസ്റ്റർ.